ലോഗിൻ സ്ക്രീനിൻ്റെ UI പാർട്ട് വരെയായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ലോജിക്കൽ പാർട്ടാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ ആൻഡ്രോയിഡിൽ ലോജിക്ക് ചെയ്യാനായിട്ട് 2 ലാംഗ്വേജസ് ആണുള്ളത്. അതൊന്ന് ജാവയാണ്, മറ്റൊന്ന് കോട്ട്ലിനാണ്. അപ്പോൾ ഇതിലെ ഏത് ലാംഗ്വേജ് വെച്ചിട്ടും ലോജിക്കൽ പാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ജാവയാണ്. അതിനുള്ള കാരണം വേറൊന്നുമല്ല, കൂടുതൽ ആൾക്കാർക്ക് ജാവയാണ് അറിയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരും പഠിച്ചിട്ടുള്ളതും ജാവ ആയതുകൊണ്ടാണ് ജാവ ചൂസ് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നോർമലി ഇതൊരു ക്ലാസ് ആണ്. മെയിൻ ആക്ടിവിറ്റി എന്നുള്ളതൊരു ക്ലാസ് ആണ്. നമ്മളൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എന്നുള്ളൊരു ഫയൽ കൂടി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ആ ഒരു ഫയലിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലാസ് ആണ്. മെയിൻ ആക്ടിവിറ്റി എന്നുള്ളതൊരു സാധാരണ ക്ലാസ് ആണ്. അത് ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി എന്നുള്ള മറ്റൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജാവയിലുള്ള ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റാണ് ഈ എക്സ്റ്റെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ഞാൻ ഒന്ന് ബേസിക്കായിട്ട് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ A, B എന്നുള്ള 2 ക്ലാസ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. 30 40 ഒക്കെ ക്ലാസ് ഒരു വലിയ പ്രൊജക്റ്റിലുണ്ടാവും. അത് ഇതുപോലെ ഒരൊറ്റ സിംഗിൾ ഫയലിലല്ല ക്രിയേറ്റ് ചെയ്യാം, മറിച്ച് നമ്മളിവിടെ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ന്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് ജാവ ക്ലാസ് എന്ന് കൊടുക്കും. അപ്പം ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ ഒരു വലിയ പ്രൊജക്റ്റിലുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ ഈ 2 ക്ലാസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്നുള്ളത്, അതുപോലെ തന്നെ ഡിസ്പ്ലേ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ അത് എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു 30 ക്ലാസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതാം, അല്ലെങ്കിൽ 40 ക്ലാസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതാം. അതിലൊക്കെ ഇതുപോലെ കോമൺ ആയിട്ടുള്ള വേരിയബിൾസും ഫങ്ഷൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ തവണ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. വീണ്ടും ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഈ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം ഇതിനെ കോമൺ ആയിട്ടുള്ളതിനെ ഒരു കോമൺ ക്ലാസ്സിൽ എഴുതിയിട്ട് എന്നിട്ട് അതിനെ റീയൂസ് ചെയ്യുന്നതാണ് ഈ ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപ് നമുക്കിപ്പോൾ നോർമലി ജാവയിൽ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിനെ വേരിയബിൾസിനെ മെത്തേഡിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള സിൻറ്റാക്സ് ക്ലാസ് നെയിം, പിന്നെ ഒബ്ജക്റ്റ് നെയിം അല്ലെങ്കിൽ റെഫറൻസ് വേരിയബിൾ നെയിം എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലം വേരിയബിൾ നെയിം ഈക്വൽ ടു ന്യൂ എന്നുള്ള കീവേഡ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ക്ലാസ് നെയിം, എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക, സെമിക്കോളൻ. അപ്പോൾ ഇങ്ങനെയാണ് ജാവയിൽ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് എ എന്നുള്ള ക്ലാസ്സിലുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ ക്ലാസ്സിൻ്റെ നെയിം എന്താണ്? എ എന്നാണ്. അപ്പോൾ ഒബ്ജക്റ്റ് നെയിം ഞാനിപ്പോൾ OBJ എന്ന് കൊടുക്കുക. എന്നിട്ട് ന്യൂ എന്നുള്ള കീവേഡ് കൊടുക്കുക. വീണ്ടും ക്ലാസ് നെയിം, ബ്രാക്കറ്റ്സ്, സെമിക്കോളൻ. അപ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ OBJ എന്നുള്ള ഈ ഒരു വേരിയബിൾ വെച്ചിട്ട് എനിക്ക് ഈ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഈ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ OBJ ഡോട്ട് ഏരിയ, ഇപ്പോൾ ഏരിയ എന്നുള്ളതിനെ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ OBJ ഡോട്ട് ബ്രെഡ്ത്ത്, അതുപോലെ ലെങ്ത്ത്, ഡിസ്പ്ലേ. ഇപ്പോൾ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഈ ബ്രാക്കറ്റ്സ് വന്നത്. ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് നമ്മളിങ്ങനെയാണല്ലോ, അതുകൊണ്ട് ബ്രാക്കറ്റ്സ് വന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിതിനെ ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യാം. ഇത് A എന്നുള്ളൊരു വേരിയബിൾ, ഇത് B എന്നുള്ളൊരു വേരിയബിൾ, ഇത് L എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഇത്രയും മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് അതിലുള്ള വാല്യൂസിനെ, ആ ക്ലാസ്സിലുള്ള വാല്യൂസിനെ, വേരിയബിൾസിനെ, അതുപോലെ തന്നെ ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിവിടെ പെർഫെക്റ്റ്ലി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കോമൺ ആയിട്ടുള്ളതിന് ഒരു കോമൺ ക്ലാസ്സിൽ എഴുതി വെച്ചിട്ട് അതിനെ റീയൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോമൺ ക്ലാസ് ചെയ്തതാണ്. മൈ ക്ലാസ് നെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്യാം. ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനും ഉണ്ട്. അതിവിടെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പം നോർമലി നമുക്ക് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ഇത് എടുത്ത് ഒഴിവാക്കുകയാണ്. അതായത് നമ്മളിവിടെ കോമൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തല്ലോ, ഇത് ഒഴിവാക്കി, ഇത് ഒഴിവാക്കി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏരിയ എന്നുള്ളത് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി രണ്ടും ചുവപ്പ് കളർ കാണിച്ചു. ചുവപ്പ് കളർ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ എറർ കാണിച്ചു. അതിന് കാരണം എന്താണ്? ഈ A എന്നുള്ള ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ബ്രെഡ്ത്തോ ലെങ്ത്തോ ഡിസ്പ്ലേയോ ഈ മൂന്നോ
ഇതിൻ്റെ ഉള്ളിലില്ല. ഇപ്പോൾ ഏരിയ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഏരിയ മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എ എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഡിസ്പ്ലേയും വേണം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഈ മൈ ക്ലാസ് എന്നുള്ള ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളതും കൂടി എനിക്ക് ഈ എ ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഇൻഹെറിറ്റൻസ് ചെയ്യും. അതിന് ഉപയോഗിക്കുന്ന കീവേഡാണ് എക്സ്റ്റെൻസ്. എക്സ്റ്റെൻസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഏത് ക്ലാസ്സിൽ നിന്നാണോ നിങ്ങൾക്ക് വാല്യൂ വേണ്ടത് ആ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള ക്ലാസ് മൈ ക്ലാസ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ മൈ ക്ലാസ് എന്ന് കൊടുക്കുക. അപ്പം നിങ്ങൾ മുകളിൽ ഈ എറർ ശ്രദ്ധിക്കുക. ഞാൻ മൈ ക്ലാസ് എന്ന് കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ഇവിടുത്തെ എറർ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ എറർ പോകാൻ കാരണം എന്തായിരിക്കും? ഈ ഒരു വാല്യൂസും എനിക്ക് ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതല്ലേ. അതായത് ഞാൻ നേരത്തെ പോലെ ഇത് ഇവിടെ കൊണ്ട് കൊടുത്തപ്പം എന്തായിരുന്നു എഫക്റ്റ് ഉണ്ടായിരുന്നത് അതേ സെയിം എഫക്റ്റാണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതിനർത്ഥം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഈ ഒരു സാധനം കോമൺ ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റ്. ഇത് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്നുള്ള ഒരു ഇതാണ്. ഇൻഹെറിറ്റൻസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിലുള്ള സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ക്ലാസ്സിൽ കുറേ വേരിയബിൾസും കുറേ ഫങ്ഷൻസൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഈ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അതിന് കോമൺ ആയിട്ട് ഒരു ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ബി എന്നുള്ള ക്ലാസ്സിൽ നേരത്തെ പോലെ പെരിമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ബി എന്നുള്ളതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് 1 A1 B1 L1. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ പെരിമീറ്റർ എന്നുള്ള ഒരു ഫംഗ്ഷനാണുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ക്ലാസ് ബി ആണ്. അപ്പോൾ ഇവിടെയും ബി ആക്കി, ഇവിടെയും ബി ആക്കി. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ പെരിമീറ്റർ എന്നുള്ളത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ബി എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പെരിമീറ്റർ മാത്രമാണ്. ബാക്കി എല്ലാം എററാണ്. കാരണം എന്താണ്? ആ വാല്യൂസ് ഒന്നും ഇവിടെ ആക്സസ് ചെയ്യാനായിട്ടില്ല. ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് OBJ1 എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, OBJ1 ഡോട്ട് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ OBJ1 പറഞ്ഞാൽ ബി ആണ്. ബീൻ്റെ ഉള്ളിൽ നിന്നും ബ്രെഡ്ത്ത് എന്നുള്ളതിൻ്റെ വാല്യൂ എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിൻ്റെ ഉള്ളിൽ പോയിട്ട് ബ്രെഡ്ത്ത് എന്നുള്ളത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലില്ല. അതുകൊണ്ടാണ് എറർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻസ് മൈ ക്ലാസ്. എറർ പോയി. ഇതിനെ എക്സ്റ്റെൻസ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെയുള്ള സാധനം ജസ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് എന്താണ്? നമുക്കിങ്ങനെ ഡയറക്റ്റ് ആ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും എഴുതിയ കോഡിനെ തന്നെ, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പോൾ ഈ ഒരു കോഡ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി എന്നുള്ളത് ഇതൊരു ക്ലാസ്സാണ്. പബ്ലിക് ക്ലാസ് ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി. ആ ഒരു ക്ലാസ്സിന് എന്താണ് ചെയ്തിട്ടുള്ളത്? മെയിൻ ആക്ടിവിറ്റി എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ്? ഈ മെയിൻ ആക്ടിവിറ്റി ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റീനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൻഹെറിറ്റ് എന്നുള്ളൊരു ടേമാണ് അതിന് ഉപയോഗിക്കുക. അപ്പോൾ ആ ഇൻഹെറിറ്റൻസ് ചെയ്യാനുള്ള കീവേഡാണ് ഈ എക്സ്റ്റെൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈന് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനിയുള്ളത് ഈ ഓൺ ക്രിയേറ്റ് എന്നുള്ള മെത്തേഡ്. ഈ ഓൺ ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷന് അതുപോലെ തന്നെ നമ്മൾ ഫങ്ഷൻസ് എന്നും അതുപോലെ തന്നെ ചില ടൈമിൽ മെത്തേഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ചിലർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ഇത് തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഫങ്ഷൻസ് സാധാ ഫങ്ഷൻസിന് തന്നെ അതൊരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിന് മെത്തേഡ് എന്നാണ് പറയാം. അപ്പം ഫങ്ഷൻ സെയിം തന്നെയാണ്, കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ആ ഒരു പറയുന്ന ടേമിൽ മാറും. സാധാ ഫങ്ഷൻ തന്നെ അതിന് ഞാനൊരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്, അതൊരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിന് മെത്തേഡ് എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഓൺ ക്രിയേറ്റ് എന്നുള്ള ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന് മെയിൻ ആക്ടിവിറ്റി എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ആയി വരുമ്പോൾ, അപ്പോൾ നമ്മുടെ കേസിൽ ഈ ലോഗിൻ സ്ക്രീൻ ഓപ്പൺ ആയി വരുമ്പം ഈ മെയിൻ ആക്ടിവിറ്റി എന്നുള്ള ക്ലാസ്സാണ് വർക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഈ ഓൺ ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി കോൾ ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ജാവയിലൊക്കെ കോഡ് ചെയ്യുന്ന ടൈമിൽ വോയിഡ് മെയിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എഴുതി തുടങ്ങുക. കാരണം ഈ വോയിഡ് മെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് കോഡിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനെ പക്ഷേ നമ്മൾ ഒരിക്കലും കോൾ ചെയ്യാറില്ല. ഇത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഓൺ ക്രിയേറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി കോൾ ആവുന്ന ഫംഗ്ഷനാണ്. ഇതുപോലെ ഇവിടെ വേറെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്.
പക്ഷെ ബേസിക്കലി ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ലോജിക്ക് ഈ ഓൺ ക്രിയേറ്റ് എന്നുള്ള മെത്തേഡിൻ്റെ ഉള്ളിലായിരിക്കും എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ബേസിക്കലി ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റ്, ഇൻഹെറിറ്റൻസ് ഇനി പല ടൈപ്സ് ഉണ്ട്. അതിൽ ഇത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ബേസിക്കലി പറയുകയെങ്കിൽ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ കോഡ് റിപ്പീറ്റേഷൻ ഒഴിവാക്കാനായിട്ട് ഒരു സിംഗിൾ ക്ലാസ്സിൽ എഴുതിയിട്ട് അതിനെ വീണ്ടും റീയൂസ് ചെയ്യുക. റീയൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് എക്സ്റ്റെൻസ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലൈനോട് ഉദ്ദേശിക്കുന്നത്. മറ്റ് നിങ്ങൾ നോക്കുകയെങ്കിൽ ഒരു കോമൺ ക്ലാസ് ആണിത്. പിന്നീട് ഓൺ ക്രിയേറ്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കോൾ ആവുന്ന ഒരു മെത്തേഡ്. അതുപോലെ തന്നെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനം ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അതായത് ഇതിപ്പം വേറൊരു ഫയലിലാവും ഉണ്ടാവുക, ആ ഫയലിനെ നമുക്കിവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉള്ളത്. നിങ്ങളിപ്പോൾ C++ ഒക്കെ വെച്ചെങ്കിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് കൊടുക്കുമല്ലോ. ഹാഷ് ഇൻക്ലൂഡ് conio.h, scanf, printf ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ io.h എന്നുള്ളതൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്.